കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 29 ഹയാത്ത് റീജൻസി തിരുവനന്തപുരം, ജൂലൈ 31 റാഡിസൺ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8000800120. ചേട്ടാ, ഒരു കുസൃതി ചോദ്യം ഉണ്ട്. ശ്രദ്ധിച്ചിരുന്ന എല്ലാരും മിന്നിയുടെ കുസൃതി ചോദ്യം വരുന്നുണ്ട്. 5 പാറ്റുകളുടെ സിനിമ കാണാൻ പോയി. എനിക്കറിയാം കേട്ടോ. ഞാൻ മിണ്ടത്തില്ല, പക്ഷെ 5 പാട്ടുകൾ സിനിമ കാണാൻ പോയി. എനിക്കറിയാവേ. 5 കൂട്ടത്തോടെ ചത്തു. കാരണം എന്താണെന്നറിയോ? എനിക്കറിയാം. ഞാൻ പറയുള്ളേ. പറയട്ടെ. 5 കൂട്ടത്തോടെ ചത്തു. കാരണം ഞാൻ പറയട്ടെ. കാരണം ആ സിനിമ ഹിറ്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു പിന്നാൻറ്റി. ഇനി വരാൻ പോകുന്നത് ആരാന്ന് പറയുന്നല്ലേ നല്ലത്. ഇതുണ്ടല്ലോ ഒരു വെറൈറ്റി പറച്ചില്ല. ഇനി മധുവങ്ങളായി ഇൻട്രോ പറയാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ ഇത് കേട്ടോ, എനിക്കൊരു സ്ഥലത്തുനിന്നൊരു മെയിനായിട്ടൊരു ആളെ എനിക്കൊരു വേറൊരു ഫോണിൽ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇതിനകത്തോട്ടൊരു ഇത് അയക്കാൻ പറഞ്ഞപ്പോ പുള്ളി ഒരു ഹായ് നയിച്ചു. തിരിച്ച് ഞാൻ ഹിറ്റെന്ന് നയിച്ചു. ഇപ്പൊ അങ്ങേര് രണ്ട് എന്തോ ഇങ്ങനെ ഇത്രയും ഹിറ്റൊന്നും പാടിയത് പോരെ എന്ന് പുള്ളി മറുപടി ഇനി ഹിറ്റോ? പറ ഇതാണ് ശരിക്കും ഹിറ്റ്. അതെ, മനോകളെ ആ ഇൻട്രോ എന്ന് പറഞ്ഞു നേരത്തെ കേൾപ്പിച്ചിട്ടുണ്ട്. അടുത്തതായി വേദിയിലേക്ക് എത്തുന്നു ജനഹൃദയങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ യുവഗായിക ശിവാനി സഞ്ജീവ്. വേഗം വരൂ. വെറും 50 രൂപ മാത്രം. താളെ ഇതാണോ ശിവാനി സഞ്ജീവ്? മീനൂട്ടി പോയ പോക്ക്. ശിവാനി സഞ്ജീവ് ആരെങ്കിലും ഒന്ന് വന്നേ. അവിടെ ഇട്ടോണ്ടിരിക്കാണ്, ഞാൻ വരൂല. ശിവാനി സഞ്ജു ഭരതനാട്യോ? ശിവാനി പുറയിലാരാ നോക്കൂ. അവക്ക് പേടിയാണ്. അയ്യോ, എനിക്ക് പുല്ലേ മാത്രം വന്നാ ശിവാനി നോക്കിട്ട്. ശിവാനി കുട്ടി പേടിയില്ലേ? ഇവിടെ ഒരാള് മുഴുവൻ വൃത്തിയിടാക്കി. അതെ, ഞാൻ മീനൂട്ടി ചേച്ചിനെ പേടിപ്പിക്കാൻ വരിക. ഓ, ഇത് കൂടുതൽ നീ എന്ത് പേടിപ്പിക്കാൻ? ഇനി ഞാൻ വരണില്ല. അവിടെ നിന്ന് നമ്മുടെ നാട്ടുകാരെ മുഴുവൻ പേടിപ്പിക്കാൻ വേണ്ടി യാതൊരു പാട്ടാണ് മോള് പാടുന്നത്. ഈ കൈകളിൽ ഓ, എന്റെ മാവന്റെ പാട്ടാ. ഓ ശരി, സൂപ്പർ സോങ്. ഈ ഗാനം മറക്കുമോ? ഇത്ര നല്ല പാട്ടുകളാണെന്ന് അറിയാൻ. ബ്യൂട്ടിഫുൾ സോങ്സ്. അതുപോലെ മ്യൂസിക് സെൽദ. പിന്നെ ലിറിക്സ് ഓൻവി കുറുപ്പങ്കിൾ. പാടിയിരിക്കുന്ന ജാനകിയമ്മ. പിന്നെ വർഷം ഇയർ 1978. ബ്യൂട്ടിഫുൾ സോങ് ആണ് കേട്ടോ. മോള് പാടിക്ക കേട്ടോ. അതായത് ഇരുത്തി പാടണേ. അതായത് ഈ താളമൊക്കെ ഉണ്ടല്ലോ, ഇതാണ്. അതിനകത്ത് ഗ്രിപ്പോട് കൂടി പാടിക്കഴിഞ്ഞാൽ സൂപ്പറായി. മീനൂട്ടി എന്താ ആകെ അസ്വസ്ഥയായിരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ഇവിടെ സ്റ്റൂളിട്ട് അവിടെ നടുക്കുവന്നെ ഇരിക്കാൻ പോകുന്ന ഈ പാട്ടില്. ആ സ്റ്റൂള് വേണം. ഇതിന്റെ മേളിൽ ഒച്ച കേൾക്കുന്നുണ്ട്. പിന്നെ ആന്റി ഇന്ന് ഇവര് പാത്രം ഇട്ടിരിക്കും. അല്ലേ മറ്റേ പാത്രം ഇട്ട പേടിക്കത്തില്ല. ഇപ്പോഴേ പറഞ്ഞേക്കാം, ഞാൻ പേടിക്കത്തില്ല. അറിയാലോ എന്തൊക്കെ വരാൻ പോണെന്ന് മീനൂട്ടിക്ക് നേരത്തെ അറിയാലോ. പേടിക്കണ്ടല്ലോ. മീനു അതെന്താന്നറിയാമോ? എനിക്ക് വേറെ ഒന്നും ഇത് ഈ ടോപ്പ് സിംഗറിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് പേടിയില്ലല്ലോ. ഇവിടെ വരുമ്പോ എനിക്ക് അറിയാം നിങ്ങൾ എന്നെ പേടിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി പുറത്താണ് എല്ലാം ഉള്ളത്. പുറത്തൊന്നുമില്ല, ഇവിടെയാണ് ഉള്ളത്. പറയാൻ പറ്റൂലല്ലോ. ഇത് കഴിയുന്നവരെ എനിക്ക് സംശയമാണ് നിങ്ങളെ. എന്തായാലും ഇപ്പൊ ഒന്നും ഉണ്ടായില്ലല്ലോ. തുടങ്ങി. മീനു
നീ ഭയപ്പെടണ്ട ചുമ്മാട്ടാ. ഞാനല്ല യക്ഷി, ഞാൻ വരുമ്പോ നിങ്ങൾ ഇതിടെ ഇതല്ല പെട്ടെന്ന് വരുമ്പോഴേ പ്രശ്നമുള്ളൂ. അവളവിടെ നിൽപ്പുണ്ടല്ലോ. അതെ, അതാണ് തൊട്ടടുത്ത് കൊച്ചു കുട്ടിയാണെങ്കിലും അതുകൊണ്ടല്ലേ ഇങ്ങനെ മേളിന്നൊക്കെ ഇട്ട പ്രശ്നമാ. ഇതൊന്നും ഞങ്ങൾ മോൾ പേടിക്കില്ല. ഇങ്ങോട്ട് മാറിയുണ്ടല്ലോ. ഇപ്പൊ കാണാം ശിവാനി ഈ കസേര വന്നിരുന്നു നോക്കും. പക്ഷെ മേളിന്നിടരുത്. എങ്ങനെയാണെങ്കിൽ എത്ര നേരം വേണം? അതെനിക്ക് കുഴപ്പമില്ല. അതെ. വെളിന്നിടാനിരുന്ന പിൻവലിച്ചു. പിന്നച്ച നന്നായി എല്ലാ ആശുപത്രി പോകണ്ടേ എല്ലാരും കൂടെ എന്നെ എടുത്തോണ്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.